പ്രശാന്താർ. ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് സ്കൂളിലെ 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട കാർട്ടൂണിനെ കുറിച്ച് കുറച്ച് വാക്കുകൾ പറയാനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇംഗ്ലീഷിലെ ഒരു മനോഹരമായ കാർട്ടൂണിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. മിറാക്കിൾസ് ലേഡി ബഗ് ആൻഡ് ക്യാറ്റ് നോവർ എന്നാണ് ആ കാർട്ടൂണിന്റെ പേര്. എനിക്ക് അതിന് വളരെ ഇഷ്ടമാണ്. കാരണം അതിലെ എല്ലാ പാട്ടുകളിലും ഓരോ സീനുകളിലും വളരെയധികം മനോഹരമാണ്. എന്നുവെച്ചാൽ അതിലെ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് വരെ വളരെ മനോഹരമായിട്ടാണ് ഡയറക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ക്രിയേറ്റ് ചെയ്ത എല്ലാ ഡയറക്ടേഴ്സിനും ഞാൻ നന്ദി പറയുന്നു. കാരണം കുട്ടികൾക്ക് വേണ്ടി ഇത്രയും മനോഹരമായ കാർട്ടൂൺ ഡയറക്റ്റ് ചെയ്തതിന് വളരെയധികം നന്ദി. അതുപോലെ തന്നെ ഞാൻ കാർട്ടൂണിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ മിറാക്കിൾസ് എന്ന് പറയുന്നത് മാജിക്കൽ ജുവൽസ് ആണ്. എന്ന് വെച്ചാൽ മാജിക്കൽ ആയിട്ടുള്ള ഒരു ആഭരണം, മാജിക്കൽ ആഭരണം. അപ്പൊ ഇത് ധരിക്കുന്ന ഏതാൾക്കും ഒരു ക്വാമിനെ കിട്ടും. ക്വാമി എന്ന് വെച്ചാൽ ചെറിയ ജീനീസ് ആണ്. ജീനീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മാന്ത്രിക, നമ്മൾ വിളക്കിൽ നിന്നൊക്കെ വരുന്ന പോലെയല്ല, ഇത് ജുവൽസ് എന്ന് പറയുന്നതാണ്. എന്ന് വെച്ചാൽ ആഭരണത്തിൽ എന്ന് പറയുന്നത്, നമ്മളല്ല വിളക്കൊരുക്കുമ്പോൾ പറഞ്ഞതല്ല. അപ്പോഴത്തേക്കും അങ്ങനെയാണ് ഓരോ ക്വാമീസിനെ കിട്ടും. അവർക്ക് ഓരോ മാജിക്കൽ വേർഡ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു മന്ത്രവാക്ക് പറയുമ്പോഴത്തേക്കും അവർക്ക് ട്രാൻസ്ഫോം ആവാൻ പറ്റും. എന്ന് വെച്ചാൽ സൂപ്പർ ഹീറോസ് ആയിട്ട് മാറാൻ പറ്റും. അങ്ങനെയാണ് ലേഡി ബഗും ക്യാറ്റ് നോവറും സൂപ്പർ ഹീറോസ് ആവുന്നത്. മാരിനെറ്റ് ആണ് ലേഡി ബഗായിട്ട് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഏൻഡ്രീനെയാണ് നമുക്ക് ക്യാറ്റ് നോവറിൽ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ മാരിനെറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാരിനെറ്റ് ബേക്കേഴ്സിൻ്റെ ഡോട്ടറാണ്. അതുപോലെ തന്നെ ഏൻഡ്രിയൻ റിച്ച് ആൻഡ് ഫേമസ് ആയിട്ടുള്ള ഒരു മോഡലാണ്. ഗേബ്രിയൽ അഗ്രസ്റ്റിൻ്റെ സണ്ണാണ്. അപ്പം നമുക്ക് ഇതിലൊരു വില്ലനെയൊക്കെ വേണ്ടേ? അപ്പം അതിൽ നമുക്ക് വേണ്ടി വരുന്ന വില്ലനാണ് നമ്മുടെ ഏൻഡ്രിയനിലെ ക്യാറ്റ് നോവർ. അയാളുടെ അച്ഛനായ ഗേബ്രിയൽ അഗ്രസ്റ്റ് ആണെങ്കിൽ ഗേബ്രിയൽ അഗ്രസ്റ്റിൻ്റെ വൈഫ് മരണപ്പെട്ടു. അപ്പോഴത്തേക്കും ഈ വിഷമം താങ്ങാതാവാതെ അങ്ങനെ ഏൻഡ്രിയൻ ജനിച്ചതിന് ശേഷം വൈഫ് മരണപ്പെട്ടു. അത് കാരണം വിഷമം താങ്ങാനാവാതെയാണ് ഈ നമ്മുടെ ഗേബ്രിയൽ അഗ്രസ്റ്റ് ഇങ്ങനെ ഹോക്ക്മൗത്ത് ആവുന്നത്. അപ്പോഴത്തേക്കും ഈ രണ്ട് മിറാക്കിൾസും നമ്മുടെ ലേഡി ബഗിനെയും ക്യാറ്റ് നോവറിനെയും മിറാക്കിൾസും കൂടി ഒന്നിച്ചാലേ നമുക്ക് എമിലി എന്ന് വെച്ചാൽ ഗേബ്രിയൽ അഗ്രസ്റ്റിൻ്റെ വൈഫാണ്. എമിലീനെ നമുക്ക് ഉയർത്തെണീപ്പിക്കാൻ പറ്റുള്ളൂ. അത് കാരണം എല്ലാവരും അക്കോമഡൈസ് ചെയ്യും. എന്ന് വെച്ചാൽ ഒരു ബട്ടർഫ്ലൈനെ വിട്ട് അക്കോമഡൈസ് ചെയ്യും. അക്കോമഡൈസ് എന്ന് വെച്ചാൽ നമ്മൾ മായാജാലം കൊണ്ട് ഒരാളെ ഹിപ്നോട്ടൈസ് ഒക്കെ ചെയ്യുന്ന പറയത്തില്ലേ, അതുപോലെ അക്കോമഡൈസ് ചെയ്യും. എന്നിട്ട് ശബ്ദം കൊണ്ട് സംസാരിച്ച് അവരെ അയാളുടെ വശത്തേക്കാക്കി ഒരു വലിയ ഭീകരമായ ജന്തുവാക്കി എടുക്കും. അങ്ങനെ ലേഡി ബഗിനെ ക്യാറ്റ് നോവറിനെ തോൽപ്പിക്കാനാണ് ഹോക്ക്മൗത്തിന്റെ നടത്തം എന്ന് പറയാം നമുക്ക്. അങ്ങനെയാണ്. അപ്പോൾ ലേഡി ബഗും ക്യാറ്റ് നോവറും ആണ് ഈ ഭൂമിയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു വിഷ് ഹോക്ക്മൗത്ത് എമിലീനെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞാൽ ഭൂമി തന്നെ പുതിയതായി പുനർജനിക്കും. അങ്ങനെയാണ് പഴയ ബുക്കുകളിലൊക്കെ പറയുന്നത്. അങ്ങനെയാണ് നമ്മുടെ കാർട്ടൂണിൽ ആദ്യം കാണുന്നത്. അതിനുശേഷം അവസാനത്തെ സീൻ കണ്ട് ഞാൻ സത്യമായിട്ട് കരഞ്ഞുപോയി. കാരണം ഇന്നലെ ഞാൻ കണ്ടെന്ന് പറഞ്ഞത് അതാണെങ്കിൽ വളരെ ഇമോഷണൽ ആയിരുന്നു. അവസാനത്തെ മിറാക്കിൾസ് അവസാനത്തെ സീൻ അത്രയ്ക്ക് ഹൃദയത്തിൽ തൊട്ട് കരയുന്ന ഒരു സീനായിരുന്നു. എന്ന് വെച്ചാൽ സ്വന്തം അച്ഛനാണ് ഹോക്ക്മൗത്ത്, പക്ഷെ അത് ക്യാറ്റ് നോവർ അറിയത്തില്ല. അപ്പം ക്യാറ്റ് നോവർ ആണെങ്കിൽ ഐഫിൽ ടവറിൻ്റെ മുകളിൽ ഓടിക്കയറി ക്യാരക്ടേഴ്സും അത് ക്യാറ്റ് നോവറിൻ്റെ പവറാണ്. ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഇപ്പം മനുഷ്യനായാലും മരമായാലും കമ്പിയായാലും എന്തിലും തൊട്ടാലും എന്ന് വെച്ചാൽ അലിഞ്ഞു പോകും. അങ്ങനെ ഐഫിൽ ടവറിൽ ഇങ്ങനെ തൊടുമ്പോഴത്തേക്കും അലിഞ്ഞു പോവും. അങ്ങനെയാണെങ്കിൽ ക്യാറ്റ് നോവർ ആണെങ്കിൽ വെള്ളത്തിലേക്ക് വന്ന് വീഴുന്ന സീനൊന്ന് കാണണം, കരഞ്ഞു പോവാരെങ്കിലും. അങ്ങനെ ലേഡി ബഗ് ആണെങ്കിൽ ഓടി വന്ന് ചാടി രക്ഷപ്പെടുത്തിയിട്ടും പക്ഷെ ലേഡി ബഗിന്റെ മിറാക്കിൾസ് ഹോക്ക്മൗത്ത് കൈയടക്കുന്ന ദൃശ്യമാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. അപ്പോഴത്തേക്കും ക്യാറ്റ് നോവറിന് ദേഹത്തൊക്കെ മുറിവുകളുണ്ടായി. അവനാണെങ്കിൽ മിറാക്കിൾസിനെ വിട്ടുകൊടുക്കുന്നില്ല. പക്ഷെ മുഖത്തുള്ള ഒരു മുറിവ് കൊണ്ട് മുഖത്തുള്ള മാസ്ക് വെട്ടി വീഴുമ്പോഴാണ് ഹോക്ക്മൗത്തിന്റെ മനസ്സിൽ ആ കാഴ്ച കാണുന്നത്.
സ്വന്തം മോനെയാണ് ഇത്രയും നേരം ഉപദ്രവിച്ചതെന്ന് ഇതുവരെ അറിയാത്ത ആ കാഴ്ച കണ്ട് ഹോക്മോത്ത് കരഞ്ഞു. അങ്ങനെ ആ മനസ്സിലുണ്ടായിരുന്ന എല്ലാ ദുഷ്ടശക്തികളും പറന്നുപോയി. അതൊക്കെയാണെങ്കിൽ മനോഹരമായ വെള്ളക്കളറിലുള്ള ബട്ടർഫ്ലൈ ആയി തെറിച്ചുപോയി. വളരെ മനോഹരമായിരുന്നു ആ കാഴ്ച. ആ കാഴ്ച കണ്ട് ആരായാലും കരഞ്ഞു പോകും. പിന്നെ മകനോട് സംസാരിക്കുന്ന ദൃശ്യമാണ് കാണുന്നത്. അത് കഴിഞ്ഞ് ലേഡി ബഗിന്റെ